ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊലപാതകങ്ങൾ അവനൊരു കവിത പോലെയാ. അതങ്ങ് താളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. അധികം താമസിയാതെ ബെഞ്ചമിൻ അവരുടെ പ്രിയപ്പെട്ട ചങ്ങാതിയായി മാറും. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്കുള്ള വലവിരിക്കും, കുരുക്കും, കൊല്ലും. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു. താനെന്താ കാണിച്ചത്? സാറേ പെട്ടെന്ന് ചവിട്ടിട്ട് ബ്രേക്ക് കിട്ടിയില്ല. ബ്രേക്ക് കിട്ടില്ല ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഈ അടഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് എന്തിനാണോ തനിക്ക്? എനിക്ക് സ്ഥലം വലിയ പരിചയമില്ല. മുന്നോട്ടുള്ള വഴിയാന്ന് കരുതിയാ ഞാൻ പെട്ടെന്ന് തിരിച്ചത്. ആ പെൺകുട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സോറി സാർ, പറ്റിപ്പോയി. ആ പെൺകുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അതിന്റെ കഴിവുകൾ എന്താണെന്ന് അറിയോ തനിക്ക്? തന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പേടിച്ചു അല്ലേ? രാധികയുടെ നേരെ കാറ് പോയെന്ന് ഞാൻ കണ്ടതാ. എടോ, താൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോക്കോണം. അതോ ഇനി ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുത്തോണ്ട് മറ്റുള്ളവർ ഇടിക്കാനാണോ ഭാവം? അല്ല സാർ, ഞാൻ പോയിട്ട് വരാം. സോറി സാർ. സോറി മാഡം. ഒന്നും പറ്റില്ലല്ലോ. അവസാനിച്ചു തന്നെ ഞാൻ കരുതിയത്. പെട്ടെന്നോ ഇയാള് വന്നത്? അറിയോ? ഓക്കെ. അല്ല, നിങ്ങളെങ്ങനെ ഈ സ്ഥലത്ത്? നല്ല കാഴ്ചകള് എനിക്കിഷ്ടമാണ്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേസുകളിൽ എനിക്ക് താല്പര്യമില്ല. ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ, അതിന്റെ ഏകാന്തത. എന്തിന്, ചിലപ്പോൾ സെമിത്തേരികൾ വരെ എന്റെ യാത്രയുടെ പോയിന്റ്സ് ആവാറുണ്ട്. എനിവേ, റിലാക്സ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കടം വീട്ടലാണ് നടന്നത്. അന്ന് ഫംഗ്ഷനിൽ വെച്ച് എന്റെ കൈ മുറിഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്നെ ക്ലിയർ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹവും മനുഷ്യത്വമുള്ളവരാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോ എനിക്കിത് തിരിച്ചു ചെയ്യാൻ പറ്റിയല്ലോ. അല്ല, എന്താ നിങ്ങളുടെ പേര്? ദോസ്തി ഹം നഹീ തോടെംഗേ തോടെംഗേ ദം മഗർ തേരാ സാത്ത് നാ ഛോടെംഗേ. സംഗീതം എനിക്കിഷ്ടമാണ്, അതറിയുന്നവരെ. എനിക്കിഷ്ടപ്പെട്ടൊരു ശബ്ദം അതിന് എത്ര ദൂരാണെങ്കിലും അത് തേടി പോകുന്നത് എന്റെ ഒരു ശീല. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. നമ്മൾ നിർബന്ധമായും വീണ്ടും കണ്ടിരിക്കും. ഏ ദോസ്തി ഹം നഹീ തോടെംഗേ. വിചിത്രമായൊരു സ്വഭാവം അല്ലടോ? അതെ, പക്ഷെ നന്മയുള്ള മനുഷ്യനാ. അയാളില്ലെങ്കിൽ ഈ നേരത്ത് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെ കണ്ടുവെന്നറിയോ? എന്നെ കെട്ടിപ്പൊതിഞ്ഞ് കണിമംഗലത്തിന്റെ ഉമ്മറത്ത് കിടത്തിയിരിക്കുന്നതും വരുൺ എനിക്ക് ബലിയിടുന്നതൊക്കെ. എന്തൊക്കെയാ പറയുന്നേ? ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഒന്നും സംഭവിക്കാതിരുന്ന ഭാഗ്യം. ആ, എന്നും രക്ഷിക്കുന്നത് തന്റെ കണ്ണനാണല്ലോ, അതും വിവിധ രൂപത്തില്. അയാളെയും അയച്ച ചിലപ്പോ കണ്ണനായിരിക്കും. ശരിയാ, ഭഗവാൻ കൃഷ്ണൻ കെട്ടാത്ത വേഷങ്ങളുണ്ടോ? എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഗസ്റ്റ് ഹൗസിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ അതും പൂട്ടി അച്ഛൻ എവിടെയോ പോയി. വന്ന സമയവും വേസ്റ്റായി, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും. താവാ, വണ്ടി കയറും.
മരണമുറപ്പിച്ചവര് കൊല്ലുന്നവരെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കുന്നത് ഒരു രസമല്ലേ ഗൗതം? ബെഞ്ചമിനെ കുറിച്ച് രാധികയോടും വരുണിനോടും ചോദിച്ചാൽ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണെന്നേ പറയൂ. അതാണ് ബെഞ്ചമിൻ, അതാണ് അവന്റെ സ്റ്റൈല്. അല്ല, അയാൾ അവരെ നേരിട്ട് കാണുന്നതിൽ പ്രശ്നമില്ലേ? ബെഞ്ചമിന്റെ രീതികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കൊലപാതകങ്ങൾ അവനൊരു കവിത പോലെയാ. അതങ്ങ് താളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. അധികം താമസിയാതെ ബെഞ്ചമിൻ അവരുടെ പ്രിയപ്പെട്ട ചങ്ങാതിയായി മാറും. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്കുള്ള വലവിരിക്കും, കുരുക്കും, കൊല്ലും. എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറയണോ അയാളോട്? അത് ബുദ്ധിമുട്ടാ. കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നല്ലാതെ അതിന് സമയം നിശ്ചയിക്കാൻ നമുക്ക് അവകാശമില്ല. അതൊക്കെ അയാൾ തീരുമാനിക്കുന്നത് പോലെ നടക്കും. നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പറഞ്ഞു പറഞ്ഞ് കൊല്ലാൻ വന്നവൻ നമുക്കൊക്കെ ഒരുപാട് മേലെ ആയി പോകും സാറേ. സംശയം എന്താടോ? എടോ, എനിക്കോ തനിക്കോ എന്തെങ്കിലും ഒരു കണക്ക് തീർക്കണമെങ്കിൽ എന്തൊക്കെ നോക്കണം? അവരുടെ പൊസിഷൻ, അവരുടെ ബന്ധങ്ങള്, ബന്ധുക്കള്, സമ്പത്ത് എല്ലാം നോക്കണ്ടേ? പക്ഷെ ബെഞ്ചമിന് കത്തിമുനയിൽ എത്തുന്നത് ആര് എന്ന പ്രശ്നമേ ഇല്ല. ആരായാലും അവരുടെ ജീവൻ അവനുള്ളതാ. പക്ഷേ അവൻ കുറെ പണം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അത് കൊടുക്കണം. താനത് ഉണ്ടാക്കി വയ്ക്ക്. സാറേ, കണിമംഗലത്ത് നിന്നെടുത്ത സ്വർണം വിറ്റ് കിട്ടിയ മുഴുവൻ കാശും ഞാൻ സാറിനെ ഏൽപ്പിച്ചു. ഇനി എന്നെ കൊണ്ട് ഒരു മാർഗവുമില്ല. അച്ഛന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അത് പറഞ്ഞ എങ്ങനെയാ? കടബാധ്യത ഉള്ളവരാണ് നമ്മളെന്ന് പറഞ്ഞ ആ നിമിഷം ബെഞ്ചമിൻ തിരിച്ചു പോവും. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. സാറേ, ചന്ദ്രശേഖരൻ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അതിനുള്ള ആളിനെ ഞാൻ ഇറക്കി. അയാളുടെ ഡിമാൻഡുകൾ സാധിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ. അല്ലെങ്കിൽ ഞാൻ ഇതിനിടയിൽ നിൽക്കില്ല. സാർ ചുമ്മാതിരിക്കേ. ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ. സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാണല്ലോടോ കണിമംഗലത്ത്. ഒരരികിന്ന് അങ്ങ് പൊളിച്ചു തുടങ്ങ്.